ഹായ് ഗൈസ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂമ്പ് തോരൻ എന്ന് പറഞ്ഞാൽ ഈ വാഴക്കൂമ്പില്ലേ, അതിൻ്റെ തോരൻ. അത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ അങ്ങനെയുള്ള വീഡിയോസ് കൂടി ഇതിലിട്ടില്ലെങ്കിൽ അമ്മ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇന്ന് ഷാമുവാണേ നമ്മുടെ കൂമ്പ് തോരൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഷാമുവിനെ കൊണ്ട് കുറച്ചതായൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ വെക്കാറുണ്ടോ? ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ വെക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് തിന്നാൻ അത്ര തന്നെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ പണ്ടേ അടിച്ച് പിടിച്ച് ഞങ്ങളെ തീറ്റിപ്പിക്കാറുണ്ട്. അതുകൊണ്ടങ്ങ് ശീലമായിപ്പോയി. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൂമ്പ് തോരൻ മുമ്പ് കഴിക്കും കേട്ടോ. എൻ്റെ ചോറിൻ്റെ കൂടെ എനിക്കത് തിന്നുന്നത് ഇഷ്ടമല്ലേ. അങ്ങനെ തന്നെയാണ് ഈ വീഡിയോയിലും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഷാമുക്കുട്ടൻ തോരനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഞാൻ വിടും കേട്ടോ, അതിൻ്റെ കറ ഇങ്ങനെ പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുകിലോട്ട് ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തിട്ട് വാഴക്കൂമ്പ് കൂടെ അരിഞ്ഞതും കൂടെ ഇങ്ങനെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവാൻ വയ്ക്കാം കേട്ടോ. അതൊന്ന് റെഡിയാക്കി വയ്ക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അരപ്പിന് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ജീരകം, പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിടും, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ആ അരപ്പ് ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് എന്നിട്ട് നമ്മളിതിനെ ഇളക്കിയെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാകമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇതിങ്ങനെയുള്ള വാഴയൊക്കെ ഉള്ള സ്ഥലത്ത് കൂമ്പ് സർവ്വസാധാരണമാണ്. പിന്നെ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അല്ലാത്ത സ്ഥലത്ത് ഞങ്ങളിവിടെ ഈ വാഴത്തട, വാഴക്കൂമ്പ്, വാഴയില, എൻ്റെ മമ്മി ഇനി വാഴ ഇലയിലും കൂടെ തോരൻ വെക്കാനുള്ളൂ. ബാക്കി എല്ലാം ആയി ഗൈസ്. ഞങ്ങൾ കഴിച്ചു മടുത്തു. എന്നാലും എന്നും ഇതാണ് വീട്ടിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങണ വളരെ കുറവാണ്. ഇതുപോലുള്ള സാധനമാണ് ആഴ്ചയിൽ കൂടുതൽ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അത് ചോറിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട്. ഭംഗിക്ക് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ മുമ്പേ കഴിക്കും. ഓക്കെ, അത് ഞാൻ മുമ്പേ കഴിച്ച് തീർക്കും. കാരണം എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണ ഇഷ്ടമല്ല. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് പപ്പയ്ക്ക തോരൻ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പപ്പയ്ക്ക് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പങ്ക് പപ്പയ്ക്ക ഞാൻ മുമ്പേ കഴിച്ച് തീർക്കും. പച്ചയ്ക്ക് കഴിക്കും. അതാകുമ്പോൾ പിന്നെ തോരൻ വയ്ക്കുമ്പോൾ കഴിക്കണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്